ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നല്ല സ്പെഷ്യലായിട്ടൊരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മളിന്ന് വിചാരിച്ചു തല ഇരിപ്പുണ്ട്, നമുക്കതുകൊണ്ട് എന്തെങ്കിലും ആക്കാലോ. അപ്പോൾ എന്ന് വിചാരിച്ചു കോട്ടയം സ്റ്റൈൽ മീൻകറി തന്നെ ആക്കാം. നമ്മൾ തലയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കോട്ടയം സ്റ്റൈൽ മീൻകറി തന്നെയാണ് ഒരു രസം. അതിനകത്തൊരു പവറുണ്ട് കോട്ടയം സ്റ്റൈൽ മീൻകറിക്ക്. പിന്നെ ഒന്നും നോക്കിയില്ല, തലയെല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്ന് നമ്മൾ ചട്ടയിൽ അടുപ്പത്ത് വെച്ച് ലേശം എണ്ണ ഒഴിച്ച് ലേശം കടുകിട്ട് കുറച്ച് ഉലുവയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി. നമ്മൾ അതിന് മുന്നേ മറക്കല് മീൻകറിക്ക് മസ്റ്റായിട്ട് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്. ഇത് മസ്റ്റാണ് എല്ലാ മീൻകറിക്കും. അങ്ങനെ തന്നെ നമ്മളെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നല്ലോണം വഴറ്റി കൊടുക്കുക. നല്ലോണം വഴറ്റി കൊടുക്കുക. തക്കാളി എല്ലാം വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് എന്നാ വേണ്ടത്, അതിനാവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മീൻകറിക്ക് ഇതെല്ലാം അത്യാവശ്യമാണ്. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മുടെ മീൻ എത്രയാണോ അളവിനനുസരിച്ച് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെടുക്കുക. എന്നിട്ട് ഇതെല്ലാം എടുത്ത് സെറ്റാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ തക്കാളി ഇങ്ങനെ വഴണ്ടി വരുമ്പോഴത്തേക്ക് എന്നാക്കുക, നമ്മൾ എടുത്ത് വെച്ചിരുന്ന പൊടിയൊക്കെ അതിനകത്തോട്ട് എടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ കടുക് വരെ പറയുന്നതിൻ്റെ കുട്ടികൾ നല്ലോണം ഇളക്കാൻ കൊടുക്കുക. ലാസ്റ്റ് എന്താവണം, പച്ചമണം ഇല്ലേ, നമ്മൾ പൊടിയെല്ലാം ഇട്ടതിൻ്റെ പച്ചമണം അത് മാറുന്നോളം വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അറിയാമല്ലോ, കോട്ടയം സ്റ്റൈൽ മീൻകറി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മസ്റ്റായിട്ട് നമ്മളതിനകത്ത് വേറൊരു സന്ദേശം എന്ന് പറയാം, കുടംപുളി. സാധാരണ ഞാൻ കണ്ടിടത്തോളം ചിലവരെല്ലാം വാളംപുളിയെല്ലാം ഉപയോഗിക്കാൻ കണ്ടിട്ടുണ്ട്. അതും ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ എന്തോ എനിക്കിഷ്ടം നമ്മുടെ കുടംപുളി ഇടുക മീൻകറിയാണ്. അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ കുടംപുളി ഇട്ട മീൻകറിയാണോ ഇഷ്ടം, അതോ വാളംപുളി ഇട്ട മീൻകറിയാണോ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്കറിയാം ആർക്കൊക്കെയാണ് ഇങ്ങനെ കുടംപുളി ഇട്ടത് അതിന് ടേസ്റ്റ് പിടിക്കുക, വാളംപുളീൻ്റെ ടേസ്റ്റാണ് പിടിക്കുക നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ജസ്റ്റ് പാട്ടതാട്ടോ, നിങ്ങൾ മറക്കാണ്ട് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ പച്ചമണമെല്ലാം മാറി വരുമ്പം അതിനകത്തിട്ട് നമ്മൾ എന്താക്കുക, പുളിവെള്ളം ചേർക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സെറ്റാക്കി കൊടുക്കുക. അപ്പം നമ്മൾ ഫ്രഷായിട്ടുള്ള തലയെല്ലാം നമ്മൾ തിളച്ച് വരുന്ന ചാറിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ മസ്റ്റായിട്ട് സാധനം കൂടി ഇതിന് വേണം. നമ്മുടെ കറിയെല്ലാം ആയി കഴിഞ്ഞതിന് ശേഷം കുറച്ച് വറുത്ത ഉലുവ പൊടിച്ചിട്ട് അത് കുറച്ച് നമ്മൾ മീൻ കറിയിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ തിളച്ചെല്ലാം സെറ്റായി മീൻകറിയെല്ലാം സെറ്റായതിന് ശേഷം അത് കുറച്ച് ഇട്ട് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടിട്ട് മൂടി വെക്കുക.
എന്നിട്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് തുറന്ന് നോക്കാം. ഉലുവേൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ഇഷ്ടപ്പെടും കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ അടിപൊളിയായി. നല്ലോണം കുറുകിക്കുക. മീൻകറി ലേശം കുറുകിയിരിക്കണം. തലയൊക്കെ ആകുമ്പോഴത്തേക്കും തലക്കറി വെക്കുമ്പോൾ ലേശം കുറുകിയിരിക്കുമ്പോഴത്തേന് അതിൻ്റെ മസാലയെല്ലാം പിടിക്കോളും. നല്ലോണം കുറുകി വരും തലക്കറി വെക്കുമ്പോഴത്തേക്കും. എന്നിട്ട് ഈ പല സാധനങ്ങളെല്ലാം ഇട്ടിട്ട് നമ്മൾ മൂടി വെക്കുക. കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കാം. അടിപൊളിയായിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ മറക്കാണ്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം. ഓക്കെ ബൈ. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ബൈ ബൈ.